റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തിനോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ DYFI സംഘടിപ്പിച്ച മനുഷ്യചങ്ങല വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രാധാന്യമേറിയ ഒരു ദിവസമായി ഈ ദിവസം മാറിയിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരേ ഹൃദയ താളവുമായി ദശലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മലപ്പുറം പട്ടണത്തിൽ എല്ലാവരും കൈകോർത്ത് പിടിച്ച് പ്രതിജ്ഞ ചെല്ലുമ്പോൾ അതേ സമയത്ത് തന്നെ 650-ലേറെ കിലോമീറ്റർ ദൂരത്തിൽ നമ്മളെപ്പോലെ തന്നെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൈകോർക്കുകയാണ്. കാണുന്നത് പോലെ എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇത്. വലിയ സംഘാടന മികവിൻ്റെ ഭാഗമായി മാത്രമേ ഈ നിലയിൽ വലിയ ഒരു ജനസഞ്ചയത്തെ ഒരു സമരഭൂമിയിലേക്ക് നയിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ജനങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് ഇന്ന് നമ്മുടെ നാട് എത്തിച്ചേർന്ന അപകടകരമായ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്ന ചില പ്രധാന മുദ്രാവാക്യങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരുടെ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ളതുണ്ട്. കേരളം ഇപ്പോഴഭിമുഖീകരിക്കുന്ന എല്ലാ ജീവിത പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് എന്ന വസ്തുതയിലേക്കാണ് ഈ സമരം പ്രാധാന്യത്തോടു കൂടി വിരൽ ചൂണ്ടുന്നത്. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായതാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ. കേരളം ഇന്ത്യക്ക് മാതൃക കാട്ടുന്ന ഒരു സംസ്ഥാനമാണ്. കേരളം ഇന്ത്യക്ക് മാതൃക കാട്ടിയത് സമൂഹ മുന്നേറ്റത്തിൻ്റെ ഗുണഫലങ്ങളെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരന് നൽകി എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം കിട്ടി 75 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് പൊതുവായി സാമൂഹ്യ ജീവിത സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ല. കേരളം വ്യത്യസ്തമായത് എല്ലാവർക്കും ഭൂമി നൽകിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്നുള്ള നിലയിലായിരുന്നു. വെള്ളക്കാരുണ്ടാക്കിയ ഭൂബന്ധങ്ങളുടെ കെട്ടുപിണഞ്ഞു കടന്ന ഘടകങ്ങൾ ജന്മിമാരുടെ കയ്യിൽ ഭൂമി കേന്ദ്രീകരിച്ചതാണ്. ആ നിലയിൽ ജന്മിമാരുടെ കയ്യിലിരുന്ന ഭൂമി എടുത്ത് കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് വിതരണം ചെയ്തുകൊണ്ട് ഭൂരഹിത കാർഷിക തൊഴിലാളിക്ക് കുടികിടപ്പുകൾ നൽകിക്കൊണ്ട് എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും കുടികിടപ്പ് എന്ന അവസ്ഥ 50 കൊല്ലം മുമ്പ് പൂർത്തീകരിച്ച സംസ്ഥാനമാണ് കേരളം. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, മറ്റ് പ്രാഥമിക ജീവിത അവകാശങ്ങൾ അത് എല്ലാവർക്കുമായി നൽകിയിട്ടുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. അതിസാധാരണക്കാരനായ മനുഷ്യൻ്റെ കുട്ടിയും ഇവിടെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്. ഇന്ത്യയിൽ പോഷകാഹാരക്കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ലോകത്തെ ഏറ്റവും കൂടുതൽ പോഷകാഹാരക്കുറവുള്ള നാട് ഇന്ത്യയാണ്. എന്നാൽ ആ പട്ടികയിൽ കേരളം ഇല്ല എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. 1-ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികൾ 10-ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് 80% കൊഴിഞ്ഞു പോകുന്നതാണ് ഇന്ത്യയുടെ അവസ്ഥയെങ്കിൽ ഒരു വിദ്യാർത്ഥിയും വഴിയിൽ കൊഴിഞ്ഞു പോകാതെ 10-ാം ക്ലാസ് പഠനം പൂർത്തീകരിക്കുന്നത് ഈ കേരളത്തിലാണ്. ഗർഭിണികളായ സ്ത്രീകളുടെ വലിയൊരളവ് അനീമിക്കായ വൈറ്റമിൻ കുറവുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നതെങ്കിൽ അത് കേരളത്തിലില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കുറവ് ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. വികസിച്ച പടിഞ്ഞാറൻ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ മുന്നേറ്റമാണ് കേരളം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത്
ഒരു പിടി സമ്പന്നരുടെ കൈകളിൽ ഒതുങ്ങേണ്ട ജീവിത സൗഭാഗ്യങ്ങൾ എന്നുള്ള നിലയിലല്ല, സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിച്ചറിയേണ്ട ജീവിത അവകാശങ്ങൾ എന്നുള്ള നിലയിലാണ് കേരളത്തെ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തത്. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രാഥമിക താഴെ തട്ടുവരെ നല്ല നിലയിൽ വികേന്ദ്രീകൃത ആസൂത്രണവും അതുപോലെ തന്നെയുള്ള അധികാര വികേന്ദ്രീകരണവും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീയിലൂടെ കേരളത്തിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് സ്വയം ജീവിതമാർഗങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്ക് കേരളം മുന്നോട്ട് പോയി. ആ നിലയിൽ എല്ലാ രംഗത്തും മുന്നേറ്റമുണ്ടാക്കിയ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളം ഇന്ന് ആഗ്രഹിക്കുന്നത് ഇനിയും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക ഈ സംസ്ഥാനത്തിൻ്റെ നേട്ടങ്ങളെ എന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും പര്യടനം നടത്തിയ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ അംഗങ്ങൾ അവരുടെ ജനമുന്നേറ്റ യാത്രയിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് വലിയ ഒരു വാഗ്ദാനം നൽകിയാണ് കടന്നുപോയത്. ഇന്ന് നേടിയ നേട്ടങ്ങളെ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാക്കി പടിഞ്ഞാറൻ വികസിത രാജ്യങ്ങളിലെ ജനസമൂഹം നേടിയ ജീവിത മുന്നേറ്റം കേരളം നേടും, അതിലേക്ക് കേരളത്തെ കൊണ്ടുപോകുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ജീവിത സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് ആ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ മുൻകൈയിൽ അവർക്ക് നൽകിയ ജീവിത സൗകര്യങ്ങളല്ല. 19ഉം 18ഉം നൂറ്റാണ്ടുകളിലെ അധിനിവേശങ്ങളിലൂടെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തൊട്ട് മുമ്പ് വരെ മൂന്നാം ലോക രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഇന്ത്യ ഉൾപ്പെടെയുള്ള കൊളോണിയൽ രാജ്യങ്ങളിലെ മനുഷ്യാധ്വാനത്തിൻ്റെ മുഴുവൻ മികവിനെയും കൊള്ളയടിച്ച് അവിടുത്തെ ജീവിത സൗകര്യങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും കൊള്ളയടിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് പകുത്തു നൽകി ഉണ്ടാക്കിയെടുത്ത അടിത്തറയിൽ നിന്നാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ അതിൻ്റെ മുന്നേറ്റമുണ്ടാക്കിയതെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യ മുന്നേറ്റത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് കേരളം സഞ്ചരിച്ച വ്യത്യസ്തമായ വഴിയിലൂടെ നടന്നു നീങ്ങി ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് നടത്തിയ പോരാട്ടങ്ങളുടെ കരുത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളം ഈ അവസ്ഥയിലേക്ക് എത്തിയത് എന്നതാണ് കേരളത്തിൻ്റെ ചരിത്ര മഹിമ. മറ്റുള്ളവനെ ചൂഷണം ചെയ്തും കറുത്തവനെ അടിമയാക്കി ഉണ്ടാക്കിയ സമ്പത്തിൻ്റെ മുകളിലല്ല, മനുഷ്യാധ്വാനത്തിലൂടെ ഈ സമൂഹത്തിന് ലഭ്യമായ സമ്പത്തിനെ അതിദരിദ്രനു കൂടി വീതിച്ച് നൽകിക്കൊണ്ട് മനുഷ്യൻ്റെ കൂട്ടായ്മയിൽ നിന്ന് സമൂഹത്തെ മാറ്റിയെടുക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത പുണ്യഭൂമി എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനം. വിനിമയം ചെയ്യാമെന്നും വീതിച്ചെടുക്കാമെന്നും തെളിയിച്ച കേരളത്തിൻ്റെ ഈ മഹിതമായ പാരമ്പര്യത്തെ കുറെ കൂടി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത് ഇന്നത്തെ ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന BJP പോലെയുള്ള പ്രാകൃത മനോഭാവം പുലർത്തുന്ന സമ്പന്നാനുകൂല രാഷ്ട്രീയ പാർട്ടികൾക്ക് വിഷമമുണ്ടാക്കുന്നുണ്ട്. ഒരു ബദൽ ജീവിത ശൈലി കേരളത്തിന് ലഭ്യമായത് ഒരു ബദൽ ഭരണരീതി കേരളത്തിൽ നടപ്പിലാക്കാൻ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾക്ക് സാധിച്ചതുകൊണ്ടാണ്. ആ നിലയിൽ കേരളം പുരോഗതിയിലേക്ക് പോകുന്നു. കേരളത്തിൽ ഈ പുരോഗതിക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർ ഭരണം കിട്ടിയിരിക്കുന്നു. ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് കേരളത്തിന് മുന്നോട്ട് പോകാനാവുന്നു. ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അഴിമതിരഹിതമായ ഒരു ഭരണമാണിത്. സംസ്ഥാനത്തിൻ്റെ ധനവിഭവത്തെ ഏറ്റവും നല്ല നിലയിൽ കൈകാര്യം ചെയ്യുന്ന, ഏറ്റവും മികച്ച ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് നടത്തുന്ന, ധനവിഭവ വിനിമയം നടത്തുന്ന, ഉപയോഗപ്പെടുത്തൽ നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വർഗീയ സംഘർഷങ്ങളും കലാപവും ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ തന്നെ ഇന്ത്യ അത്തരമൊരു കലാപ അന്തരീക്ഷത്തിലാണ്. ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും സംഘപരിവാറുകാർ പള്ളി പൊളിച്ച സ്ഥലത്ത് അമ്പലം പണിയുന്നു എന്ന ഏറ്റവും പ്രാകൃതമായ കാര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഞങ്ങളുടെ അഭിമാനം ഇതാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അന്യമത വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെ വലിയ തോതിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രകടനത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്താ? ന്യൂനപക്ഷ വിഭാഗത്തോടുള്ള വിദ്വേഷം സമൂഹത്തിൽ പരത്തുന്നതാണ്. വർഗീയ
കലാപത്തിൻ്റെ അന്തരീക്ഷം സമൂഹത്തിൽ ബോധപൂർവ്വം സൃഷ്ടിക്കുന്ന പല ഉത്തരേന്ത്യൻ നഗരങ്ങളിലും ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഇന്നലെയും മിനിയാന്നുമൊക്കെ ആയിട്ട് സംഘപരിവാറുകാർ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളുടെ മുന്നിൽ പോയി പ്രകടനം നടത്തി വെല്ലുവിളിക്കുന്നതാണ്. പക്വതയില്ലാത്ത തരത്തിൽ ആ പ്രവർത്തനത്തിന് സഹായകരമായ രൂപത്തിൽ കേന്ദ്ര ഭരണാധികാരികൾ ജീവിതത്തിലെ ആത്മഹർഷത്തിൻ്റെ നിമിഷങ്ങളായി ഇതിനെ കാണുന്നത് നമ്മളിപ്പോൾ കാണുകയാണ്. ഒരു സമുദായത്തിൻ്റെ, ഒരു സമൂഹ വിഭാഗത്തിൻ്റെ ആരാധനാലയം അടിച്ച് തകർത്ത് അവിടെ സ്വന്തം വിഭാഗത്തിൻ്റെ, സ്വന്തം മതത്തിൻ്റെ ആരാധനാലയം സ്ഥാപിക്കുക എന്നത് ഒരു മതനിരപേക്ഷ രാജ്യത്തിൻ്റെ അഭിമാനമായ കാര്യമല്ല. നാടിൻ്റെ അപരിഷ്കൃത മനോഭാവത്തെയാണത് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ അതാണ് ഏറ്റവും വലിയ അഭിമാനം എന്ന് പ്രചരിപ്പിക്കുകയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന തരത്തിൽ പെരുമാറുകയും ചെയ്യുകയാണ്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മതവിഭാഗത്തിന് മറ്റൊരു മതവിഭാഗത്തോടുള്ള വിദ്വേഷം പരത്തുന്ന രാഷ്ട്രീയത്തിന് ഇന്ന് വരെ ഒരു സ്വാധീനം ചെലുത്താൻ അവരിവിടെയുണ്ട്. എന്നാൽ നിയമസഭയിൽ, പാർലമെൻറ്റിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്ത് ഒരാൾ പോലും സംഘപരിവാറുകാരനായി ഇന്നിവിടെ ഇല്ല എന്നതാണ് ഈ 21-ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ കാര്യം എന്നത് എല്ലാവർക്കും അറിവുള്ളതാണ്. അത് ഈ നാടിൻ്റെ അഭിമാനമാണ്, അത് ഈ നാടിൻ്റെ കരുത്താണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ കേന്ദ്രഭരണത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ശത്രുവാണ്. കേരളമുണ്ടാക്കിയ മുന്നേറ്റങ്ങളെ അസൂയയോടുകൂടിയാണ് നരേന്ദ്രമോദി കാണുന്നത്, BJP കാണുന്നത്, RSS കാണുന്നത്. അവർ കേരളത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിലെ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള തരത്തിലാണ്. അവിടെ കേരളത്തെ എങ്ങനെ തകർക്കാം? അവിടെ ഗവേഷണം നടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താ? സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് നേരെ എങ്ങനെയാണ് BJP മോശമായി പെരുമാറുന്നത് എന്ന വാർത്തയാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷനും അതോടൊപ്പം നമ്മുടെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനും ഒക്കെ തമ്മിൽ നടത്തിയ ആശയവിനിമയത്തിൽ സംസ്ഥാനങ്ങളുടെ ധനപരമായ അവകാശങ്ങളെ അംഗീകരിക്കുന്ന തീരുമാനത്തെ തകർക്കാൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി എങ്ങനെ പെരുമാറി എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തെ വെട്ടിക്കുറയ്ക്കാൻ നേതൃത്വം നൽകുന്ന ആൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് അധികം മണിക്കൂറുകളായിട്ടില്ല. രാജ്യത്തിൻ്റെ സമ്പത്ത് എങ്ങനെ വിതരണം ചെയ്യണമെന്ന് സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടത് ധനകാര്യ കമ്മീഷനുകളാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ വിതരണം ഓരോ സംസ്ഥാനങ്ങൾക്കും ലഭ്യമാകേണ്ടത് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ചാണ് നൽകേണ്ടത്. കേരളം എന്നും ആവശ്യപ്പെടുന്നത് അതാണ്. കേരളം സാക്ഷരമായ സംസ്ഥാനമാണ്. എല്ലാവരും സ്കൂളിലും കോളേജിലും പോകുന്ന സംസ്ഥാനമാണ്. എല്ലാവർക്കും വീട് കിട്ടിയിട്ടുള്ള സംസ്ഥാനമാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇവിടെ സ്വന്തമായ ഭൂമിയും വീടും ഇല്ലാത്തത്. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഏറ്റവും കൂടുതൽ സ്കിൽഡായ, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള, മികച്ച സർവകലാശാല വിദ്യാഭ്യാസമുള്ള നാട് കേരളമാണ്. സർവകലാശാലകളിൽ 70% പെൺകുട്ടികൾ പഠിക്കുന്ന ലോകത്തിലെ ഏക സ്ഥലമാണ് കേരളം. ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു സ്ഥലമില്ല. നിങ്ങളൊരു കോളേജിൽ പോയി നോക്കൂ, കോളേജിൽ കൂടുതൽ പെൺകുട്ടികളാണ്, സർവകലാശാലകളിൽ കൂടുതൽ പെൺകുട്ടികളാണ്. അപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നം വ്യത്യസ്തമല്ലേ? ഇത്രയേറെ വിദ്യാസമ്പന്നനായ പെൺകുട്ടികളുള്ള ഒരു സമൂഹത്തിൽ ആ പെൺകുട്ടികൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാവും? നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ അതിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. കോളേജിൽ നിന്ന് വരുമ്പോൾ ഇന്നുള്ള പഠന സമ്പ്രദായം മാറ്റണം. രാവിലെ കോളേജിൽ പോയി ഉച്ചവരെ കോളേജിൽ അക്കാദമിക് പഠനം നടത്തി ഡിഗ്രി വിഷയം സമഗ്രമായി പഠിച്ച് ഉച്ച കഴിഞ്ഞാൽ തൊഴിലും കൂടി ആ പഠനം കൊണ്ട് നേടാൻ പോകുന്ന തൊഴിലിന് ആവശ്യമായ പരിശീലനം കൂടി ഉച്ചയ്ക്ക് നൽകി 4 കൊല്ലം കുട്ടി പഠിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ വഴി സ്വയം കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാറ്റുകയാണ് കേരളം. സമഗ്രമായ പദ്ധതിയാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനനുയോജ്യമായ രൂപത്തിൽ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുഖം മാറ്റാൻ പോവുകയാണ്. ലോകോത്തര സർവകലാശാലകളുടെ എണ്ണമെടുത്താൽ 2024
ലോകത്ത് മികച്ച സർവകലാശാലകളുടെ പട്ടിക ടൈം വാരിക പ്രസിദ്ധീകരിക്കേണ്ടായി. ആ 200 മികച്ച സർവകലാശാലകളിൽ ഒരെണ്ണം പോലും ഇന്ത്യയിലില്ല എന്നുള്ളതാണ് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം. 200 ലോകത്തിലെ മികച്ച സർവകലാശാലയുടെ പട്ടികയിൽ ഒരു സർവകലാശാല ഇന്ത്യയിൽ അത്ര പിന്നിലാണ് നമ്മൾ. അതാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ ഒരു സ്ഥിതി. സർവകലാശാല വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തണമെങ്കിൽ കൃത്യമായ കർമ്മ പദ്ധതി വേണം. അതാണ് കേരളം ഇപ്പോൾ ആവിഷ്കരിച്ചത്. ഇന്ത്യ നേരിടുന്ന ഈ പിന്നോക്കാവസ്ഥയിൽ ഇന്ത്യൻ സർവകലാശാലകൾ ലോകോത്തരമല്ലാത്ത ഒരു സന്ദർഭത്തിൽ കേരളത്തിൻ്റെ സർവകലാശാലകളെ, കേരളത്തിലെ കോളേജുകളെ എങ്ങനെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാം, അതിൻ്റെ ആലോചന നടക്കണം. അങ്ങനെ ലോകത്തോട് മത്സരിക്കേണ്ടതാണ് കേരളം. ലോകത്തോട് മത്സരിക്കേണ്ട കേരളത്തിലെ ഭാവി തലമുറയെ ആ നിലയിൽ സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതികളാണ് സർവകലാശാല രംഗത്ത് കേരളം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റങ്ങളിലേക്കാണ് കേരളം പോകുന്നത്. അതിനുവേണ്ടിയാണ് കേരളത്തിലെ സർവകലാശാല നിയമങ്ങൾ മാറ്റാൻ കഴിഞ്ഞ 19 കൊല്ലത്തിൻ്റെ അനുഭവ പശ്ചാത്തലത്തിൽ ഇന്നുള്ള നിയമങ്ങൾ അപര്യാപ്തമാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് സർവകലാശാല നിയമങ്ങളെ മാറ്റാൻ കേരളം തീരുമാനിച്ചതും അതിനാവശ്യമായ പരിപാടി മുന്നോട്ട് വെച്ചതും. സംസ്ഥാന മുഖ്യമന്ത്രി ഞങ്ങളുടെ 1ാമത്തെ പരിഗണന ഉന്നത വിദ്യാഭ്യാസത്തിലാണ് എന്ന് പ്രഖ്യാപിച്ചതും. വെറുതെയുള്ള പ്രഖ്യാപനമല്ല. നാട്ടിലെ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇത് മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ പേരാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല എന്ന് തുടങ്ങിപ്പോകുന്നവർ. അവർക്കിതൊന്നും മനസ്സിലാവില്ല. കാരണം കേരളം എന്ന് കേട്ടാൽ നമ്മളെ രക്തം ഞരമ്പുകളിൽ തിളയ്ക്കണം എന്ന് കവി എഴുതിയിട്ടുണ്ടെങ്കിൽ കേരളം എന്ന് കേട്ടാൽ പിണറായി വിജയനെ കുറിച്ച് ഓർത്ത് അട്ടഹസിക്കണം എന്ന് കരുതുന്ന കുറച്ച് ആളുകളാണ് കേരളത്തിലെ പ്രതിപക്ഷമായിട്ട് നടക്കുന്നത്. അവർക്ക് വിഷമമുണ്ടാവും. പക്ഷേ ഈ നാട് അത് ആഗ്രഹിക്കുന്നില്ല. അവരുടെ കൂടെ അല്ലല്ലോ ജനം നിൽക്കുന്നത്. ജനം ഈ മാറ്റത്തിൻ്റെ കൂടെയല്ലേ. ആ മാറ്റത്തിൻ്റെ കൂടെ നിൽക്കുന്ന ജനങ്ങൾ സ്വാഭാവികമായും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പൊതുവിദ്യാഭ്യാസ മേഖലയെ ആദ്യത്തെ 5 കൊല്ലം കൊണ്ട് ലോകോത്തരമാക്കി മാറ്റാൻ പിണറായി വിജയൻ്റെ 1ാം ഗവൺമെൻറ്റിന് കഴിഞ്ഞെങ്കിൽ 2ാം ഗവൺമെൻറ് ലോകത്തിലേക്ക് മത്സരിക്കാൻ കെൽപ്പുള്ള അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം സൃഷ്ടിക്കും എന്ന് പ്രഖ്യാപിച്ച് മുന്നേറുമ്പോൾ ആരാ ഇടം കൊല്ലുന്നത്? ആരാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ തടസ്സമുണ്ടാക്കുന്ന ആളുടെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാ. കേരള ഗവർണറാ. സംസ്ഥാനം പാസാക്കിയ നിയമങ്ങൾ, ഇതിനാവശ്യമായ നിയമങ്ങൾ 2 കൊല്ലമായി കൂട്ടിക്കെട്ടി വെക്കുമ്പോൾ ഈ കേരളത്തിലെ അടുത്ത തലമുറയുടെ ഏറ്റവും വലിയ എതിരാളിയായി മാറുകയാണ് ഈ സംസ്ഥാന ഗവർണർ. സംസ്ഥാന ഗവർണർ വെറുതെ തീരുമാനിക്കുമോ? സംസ്ഥാന ഗവർണറെ ഡൽഹിയിൽ നിന്ന് പറഞ്ഞയച്ചല്ലേ, BJP പറഞ്ഞയച്ചല്ലേ. ഗവർണർ സ്വീകരിക്കുന്ന ഈ നിലപാടുകൾ ആരുടെ നിലപാടാണ്? ഇവിടെ മാത്രമാണോ? പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ